ഇന്ന് നടക്കുന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഐക്യത്തിൻ്റെ ഒരു വിളംബരമായി കൂടി മാറുകയാണ്. ഇന്ത്യ സഖ്യം മുൻപുണ്ടാകാത്ത വിധത്തിലുള്ളൊരു ഐക്യത്തിലേക്ക് എത്തുന്നു. അതിൻ്റെ ഒരു പ്രകടനം കൂടിയായി തെരഞ്ഞെടുപ്പ് മാറുകയാണോ? ഇന്ത്യ സഖ്യത്തിലുള്ള ഐക്യം മാത്രമല്ല, ഇന്ത്യ സഖ്യത്തിന് വെളിയിലുള്ള പ്രതിപക്ഷ കക്ഷികളുടെയും കൂടി ഒരു ഐക്യം സാധ്യമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇടതുപക്ഷം മുതൽ TMC വരെ, കോൺഗ്രസ് മുതൽ ആപ്പ് വരെ, അങ്ങനെ ഔപചാരികമായിട്ട് ഇന്ത്യ സഖ്യത്തിലില്ലാത്ത ആപ്പ് പോലും ഇതിനകത്ത് ഭാഗവാക്കായിട്ടുണ്ട്. എനിക്കൊന്ന് സമീപകാലത്ത് പ്രതിപക്ഷം ഒറ്റക്കെട്ടോടെ നിലകൊള്ളുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ പറഞ്ഞ ഉപരാഷ്ട്ര തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ പ്രാവശ്യം ജഗദീപ് ധൻഖർ സ്ഥാനാർത്ഥിയായിരുന്ന സമയത്ത് TMC ഒക്കെ ആപ്പൊക്കെ വേറെ നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ ഇക്കുറി എല്ലാവരും ഒറ്റക്കെട്ടോടെ അത് ഭരണഘടന സംരക്ഷിക്കണം എന്നുള്ളതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയുടെയും പ്രത്യേകതയായിട്ട് ഞങ്ങൾ അടിവരയിടുന്ന കാര്യം. ഈ 3 കക്ഷികൾ ശിരോമണി അകാലിദൾ, BJD, BRS എന്നിവർ വിട്ടു നിൽക്കുകയാണ്. അത് ശരിക്കും ആർക്കാണ് ഗുണം ചെയ്യുക? ഈ 3 കക്ഷികളും യഥാർത്ഥത്തിൽ കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അവർ വിട്ടുനിൽക്കുന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന് ആശ്വാസമാണ്. അവരുടെ പിന്തുണ ഞങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർ മുൻകാലങ്ങളിൽ BJPക്കൊപ്പം നിലകൊള്ളുകയും ഇന്നും പാർലമെൻറ്റിനുള്ളിൽ BJPക്കൊപ്പമാണ് നിലകൊള്ളുന്നത്. സാങ്കേതികമായിട്ട് ഞങ്ങൾ ആരുടെ പക്ഷത്തില്ലെന്ന് പറയുമ്പോഴും വഖഫ് ബില്ല് ഉൾപ്പെടെ പ്രധാനപ്പെട്ട എല്ലാ നിയമനിർമ്മാണങ്ങളിലും ഈ 2 പാർട്ടികൾ പൂർണ്ണമായിട്ടും BJPക്കൊപ്പം നിലകൊണ്ട പാർട്ടികളാണ്. അപ്പോൾ അവരുടെ പിന്തുണ കിട്ടാൻ വേണ്ടി അമിത്ഷാ ഉൾപ്പെടെയുള്ള ആൾക്കാർ രംഗത്ത് വന്നെങ്കിൽ പോലും അവർ വിട്ടുനിൽക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായും ഒരു പ്രതിപക്ഷത്തിൻ്റെ ഒരു നിലപാടിന് കിട്ടുന്ന ഒരു സാധുതയായിട്ടാണ് ഞാൻ കാണുന്നത്. അത് BJPക്ക് ഒരു തിരിച്ചടിയാണോ അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ? അല്ല, ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഇപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് വരാനുള്ള സാഹചര്യമാണല്ലോ ചർച്ച ചെയ്യേണ്ടത്. ഈ നമ്മുടെ രാഷ്ട്രത്തെ ഉന്നതമായ 2ാമത്തെ ഭരണഘടനാ സ്ഥാപനത്തോടുള്ള BJPയുടെ സമീപനം എന്താണെന്നുള്ള കാര്യം ബോധ്യമായല്ലോ. ഒരു വ്യക്തി ഉപരാഷ്ട്രപതി പദത്തിൽ നിന്ന് രാജിവെക്കാൻ നിർബന്ധിതനായി പുറത്താക്കപ്പെടുന്നു. അദ്ദേഹം നിഷ്കാസിതനായി, അദ്ദേഹം അജ്ഞാതനായിരിക്കുന്നു. അദ്ദേഹം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഉന്നത സ്ഥാനം കൈയാളിയ ഒരാൾ ഇതുപോലെ ഒരു ഗുഹയിലേക്ക് വലിഞ്ഞതായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ സ്ഥാനത്തോടുള്ള BJPയുടെ സമീപനം എന്താണെന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലമാണ്. പശ്ചാത്തല സംഗീതം എന്നൊക്കെ പറഞ്ഞ പോലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പശ്ചാത്തലം എന്ന് പറയുന്നത് ജഗദീപ് ധൻഖറിൻ്റെ ഉൾവലിയിലും നിഷ്കാസനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഈ ഭരണഘടനാ സ്ഥാനത്തിൻ്റെ അന്തസ്സ് നിലനിർത്തണമെങ്കിൽ ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയെ പോലുള്ള ഒരു വ്യക്തി വരണം. ഭരണഘടന സംരക്ഷിക്കപ്പെടണം. പിന്നെ പാർലമെൻ്ററി ജനാധിപത്യം എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവിനെ, ഗവൺമെൻറ്റിനെ അക്കൗണ്ടബിൾ ആക്കാനുള്ളതാണ്. പാർലമെൻറ്റിനോട് വിധേയപ്പെട്ട് ഗവൺമെൻറ് പ്രവർത്തിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് രാജ്യസഭാ അധ്യക്ഷൻ്റെ കസേര. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കസേര ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ആ അകക്കാമ്പിലുള്ള ഒരാൾക്ക് വേണമെന്നുള്ള ഒരു നിഷ്കർഷയുടെ ഭാഗമായിട്ടാണ് BJP തങ്ങളുടെ സ്ഥാനാർത്ഥി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ഇന്ത്യ സഖ്യത്തിൻ്റെ ഒത്തൊരുമയും ഒരു ഐക്യവുമൊക്കെ വലിയ ആവേശമായി അവിടെയും പ്രതിഫലിക്കും. വലിയ വിജയത്തിലേക്ക് തന്നെ നീങ്ങുമോ? അത് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അലയൊലികൾ ബീഹാറിലും ഉണ്ടാകും. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു പലരും പറഞ്ഞു ഒരു പ്രതിപക്ഷത്തിന് സംയുക്തമായൊരു സ്ഥാനാർത്ഥി നിർത്താൻ കഴിയില്ല ഉപരാഷ്ട്രപതി പദത്തിലേക്ക്. കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ച പോലെ ചില ആൾക്കാർ ബോയ്ക്കോട്ട് ചെയ്യും, അല്ലെങ്കിൽ മാറി നിൽക്കും. തമിഴ്നാട്ടിൽ നിന്നൊരു സ്ഥാനാർത്ഥി NDA പ്രഖ്യാപിച്ചപ്പോൾ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട പാർട്ടിയായ DMKയ്ക്ക് അതൊരു അസ്തിത്വ പ്രശ്നമായിട്ട് മാറും. ഒന്നും സംഭവിച്ചില്ല. ഇതൊരു രാഷ്ട്രീയ ആശയ പോരാട്ടമായിട്ട് മാറി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. ഇതിൽ ജയമോ വിജയം പരാജയമൊന്നും ഇതിനകത്ത് പ്രസക്തിയില്ല. അതായത് ഒരു ഒപ്പോസിഷൻ യൂണിറ്റി, ഐക്യം, അതിൻ്റെ ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് വളരെ പരമപ്രധാനമാണ് ഒരു തെരഞ്ഞെടുപ്പിൽ. ആ ഇൻഡെക്സ് പരമാവധി മുകളിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് ആ സൂചകം വളരെ പ്രധാനമായ ഒരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിഞ്ഞു. ഈ ബീഹാറിലെ വലിയ വോട്ടർ അധികാർ യാത്രയുണ്ടാക്കിയ ആവേശം, അതിനിടെയാണ് MA ബേബി അടക്കം അവിടെ പോയി പങ്കെടുത്തിരുന്നു. അതിനിടെയാണ് ഒരു BD പരാമർശം വന്ന് കോൺഗ്രസ് അതിൻ്റെ ഒരു ശോഭ കെടുത്തുന്നത്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? വളരെ അപക്വമായിട്ടുള്ള ഒരു പരാമർശമായിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ നൈമിഷികമായിട്ടുള്ള ഈ എന്താ പറയുക, മേൽക്കോയ്മയ്ക്ക് വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്കൊക്കെ വലിയ പ്രത്യാഘാതമുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPയെ പോലുള്ള രാഷ്ട്രീയ പാർട്ടി ഏതൊരു അവസരവും ഉപയോഗിക്കുകയും ദുരുപയോഗിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ്. ചെറിയ ഒരു അശ്രദ്ധ, അല്ലെങ്കിൽ അപക്വമായ നിലപാടുകൾ, അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായ ഒരു വൈകല്യം, ഇതൊക്കെ BJP ഉപയോഗിക്കും, ചൂഷണം ചെയ്യുമെന്ന്
മനസ്സിലാക്കാത്ത ആൾക്കാരൊന്നും അല്ല ഇത് നടത്തുന്നത്. അപ്പോൾ അത് ഒരു പക്ഷേ ഒഴിവാക്കേണ്ടതായിരുന്നു. ആ പാർട്ടി തീരുമാനമെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു തസ്തിക ഇല്ലാന്നോ ഉണ്ടെന്നോ ഒക്കെ ഉള്ള തർക്കങ്ങൾ അവിടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. KPCCയുടെ ഒരു പ്രവൃത്തി കൊണ്ട് വലിയ തിരിച്ചടി ഒരു അർത്ഥത്തിൽ ബീഹാറിൽ ഉണ്ടായിരുന്നുള്ളത്. നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ബീഹാറിൽ പ്രതിപക്ഷ രഥം ഉരുട്ടുന്ന തേജസ്വി യാദവിന് പരസ്യമായി രംഗത്ത് വരേണ്ടി വരുന്നു. അങ്ങനെ ഒരു നിവൃത്തികേടിലേക്ക് അദ്ദേഹത്തെ നയിച്ചു, അദ്ദേഹത്തെ ഭിത്തിയിലേക്ക് തള്ളി. അതും കേരളത്തിലെ ഒരു പാർട്ടി, അതും കേരളത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാരാണല്ലോ കോൺഗ്രസിൻ്റെ നെടുനായകത്വം വഹിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവരുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഘടകത്തിൽ നിന്ന് ഇതുപോലൊരു സമീപനം ഉണ്ടായി എന്നുള്ളത് ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ അപക്വതയ്ക്ക് വില കൊടുക്കേണ്ടി വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വലിയൊരു രാഷ്ട്രീയ പോരാട്ടമാണ് ഒരർത്ഥത്തിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്നാണ് ജോൺ ബ്രിട്ടാസ് MP വ്യക്തമാക്കുന്നത്.